അടുത്തതായിട്ട് 642 നാമം വിശുദ്ധാത്മാ. ഭാഷ്യകാരൻ പറയുന്നു, വിശുദ്ധാത്മാ എന്ന നാമത്തിൻ്റെ അർത്ഥം ഭാഷ്യകാരൻ ഇപ്രകാരം പറയുന്നു: ഇപ്രകാരം തന്നിൽ മുഴുവനുമായി ആശ്രയിച്ചിരിക്കുന്നവർക്ക് തൻ്റെ എല്ലാം കൊടുക്കുന്ന സ്വഭാവത്തോടു കൂടിയവനാകയാൽ ഭഗവാന് വിശുദ്ധാത്മാ എന്ന് നാമം. ഭഗവാന്റെ സൗശീല്യത്തെക്കുറിച്ചാണ് പറയുന്നത്. തന്നിൽ മുഴുവനായി ആശ്രയിച്ചിരിക്കുന്നവർക്ക് തൻ്റെ എല്ലാം കൊടുക്കുന്ന സ്വഭാവത്തോടു കൂടിയവൻ. ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ തന്നെ അവർക്ക് കൊടുക്കും. എൻ്റെ എല്ലാം, ഭഗവാന്റെ എല്ലാം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ, ഭഗവാനെ തന്നെ കൊടുക്കുന്ന സ്വഭാവത്തോട് കൂടിയവനാണ് ഭഗവാൻ. അതുകൊണ്ട് വിശുദ്ധാത്മാ എന്ന നാമം. വിശുദ്ധമായിട്ടുള്ള, വളരെ ശുദ്ധമായിട്ടുള്ള ആത്മാവോട് കൂടിയവൻ, ഏറ്റവും പ്യോറായിട്ടുള്ള ആളാണ് ഭഗവാൻ. അത് ഈ പറയുന്ന സൗശീല്യം കൊണ്ടാണ്. ഭക്തരോടുള്ള, തന്നെ ആശ്രയിച്ചിരിക്കുന്നവരോടുള്ള അനുകമ്പ കൊണ്ടാണ്. എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാര്യം കൊടുത്ത് ഒഴിവാക്കുക അല്ലെങ്കിൽ കൊടുക്കുക, ചെറിയ വരം കൊടുക്കുക എന്നുള്ളതല്ല. തൻ്റേതായിട്ടുള്ള മുഴുവനും കൊടുക്കുക. മുഴുവനും കൊടുക്കുമ്പോൾ ഈ ഭഗവാൻ വിശുദ്ധാത്മാവായതുകൊണ്ട്, ഏറ്റവും ശുദ്ധനായതുകൊണ്ട് ഇത് സ്വീകരിക്കുന്ന ആളുകളും ഏറ്റവും ശുദ്ധരായിട്ട് ഭവിക്കും. അപ്പം അവരും വിശുദ്ധാത്മാക്കളായിത്തീരും. അപ്പോൾ സ്വയം വിശുദ്ധാത്മാവാണ്, തന്നെ ആശ്രയിച്ചിരിക്കുന്നവരെയും ഭഗവാൻ വിശുദ്ധാത്മാക്കളാക്കി തീർക്കുന്നവനാണ്. അതുകൊണ്ട് ഭഗവാന് വിശുദ്ധാത്മാ എന്ന് നാമം. അതിനോട് ബന്ധപ്പെട്ട തന്നെ അടുത്ത നാമം വിശോധനഃ, 643. നേരത്തെ പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഭാഷ്യകാരൻ ഇവിടെ പറയുന്നത്. ക്ഷേത്രങ്ങളിൽ വച്ച് തൻ്റെ ദേഹത്തെ കൈവെടിയുന്ന, തന്നെ പ്രാപിക്കാൻ അർഹരായവരെ ശുദ്ധരാക്കുന്നു എന്നതിനാൽ വിശോധന എന്ന് നാമം. നമ്മളിതിനു മുമ്പ് കേട്ടു ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്. അർച്ചാബിംബത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു. അർച്ചാബിംബം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും പറഞ്ഞു. അപ്പൊ ക്ഷേത്രം എന്ന് പറയുന്നത് ആ കെട്ടിടം മാത്രമല്ല എന്നുള്ളത് ഇതിനു മുമ്പ് വിശദമായിട്ട് പറഞ്ഞു. ആ കെട്ടിടം നിലനിൽക്കുന്ന ആ മുഴുവൻ പ്രദേശവും ക്ഷേത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ ക്ഷേത്രങ്ങളിൽ വെച്ച് ദേഹത്തെ കൈവെടിയുന്നവൻ, തത്ര ക്ഷേത്രേഷു ന്യസ്തദേഹാൻ, ക്ഷേത്രങ്ങളിൽ വെച്ച് ദേഹത്തെ വെടിയുന്ന, തന്നെ പ്രാപിക്കാൻ അർഹരായവരെ ശുദ്ധരാക്കുന്നു. നമ്മൾ കഴിഞ്ഞ തവണ കേട്ടു, ഓരോ ആത്മാക്കളുടെയും ഓരോ ജീവന്റെയും ഗതി അനുസരിച്ചാണ് ഭഗവാൻ അവരെ തന്നിലേക്കാണോ വിടേണ്ടത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടുത്ത ദേഹത്തിലേക്കാണോ വിടേണ്ടത് എന്ന് തീരുമാനിക്കുക. അപ്പൊ തന്നിലേക്ക് വരാൻ അർഹരായവരെ അത്യന്തം ശുദ്ധരാക്കുന്നു എന്നതുകൊണ്ട് ഭഗവാന് വിശോധന എന്ന് നാമം. ഇതിപ്പോ നേരത്തെ ഭഗവാൻ വിശുദ്ധാത്മാവായതുകൊണ്ടാണ് ഭഗവാൻ വിശോധനനാകുന്നത്. ഭഗവാന്റെ ആത്മാവ് ശുദ്ധമാണ്, ഏറ്റവും ശുദ്ധമാണ്. അപ്പൊ ഭഗവാൻ തന്നെ ആശ്രയിക്കുന്നവർക്ക് തന്നെ കൊടുക്കുന്നു. അപ്പൊ അവരും ശുദ്ധമായി തീരുന്നു. അവർ ശുദ്ധമാകുമ്പോൾ അവർ എല്ലാ രീതിയിലും അവരുടെ മാലിന്യങ്ങളിൽ നിന്നും മുക്തരാകുന്നു. അതുകൊണ്ട് ഭഗവാന് വിശോധന എന്ന് നാമം. അടുത്തത് 644 നാമം. അനന്തരം ക്ഷേത്രവിശേഷങ്ങളിൽ മുൻപേ പറഞ്ഞ വ്യൂഹവിഭവങ്ങളുടെ സ്ഥിതിവിശേഷത്തെ പറയുന്നു. ക്ഷേത്രങ്ങളിൽ, അർച്ചാക്ഷേത്രം എന്നിവയിൽ നേരത്തെ നമ്മൾ വ്യൂഹവിഭവങ്ങളെക്കുറിച്ച് പല നാമങ്ങളിലൂടെ പറഞ്ഞു. 4 വ്യൂഹങ്ങളും ഭഗവാന്റെ പല വിധത്തിലുള്ള വിഭവങ്ങളും അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നു. അനിരുദ്ധ എന്നുള്ള നാമമുണ്ട്. 644 നാമം അനിരുദ്ധ.
ഇവിടെ അനിരുദ്ധൻ എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം ഒരു ഭാഷ്യകാരൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: ജനാർദ്ദനാഖ്യയ ദേവ സ്ത്വനിരുദ്ധോ ജഗത് പ്രഭു ഭൂഭാഗേ വസുഭാണ്ഡാഖ്യേ നിത്യസന്നിഹിത സ്ഥിത ഇതി അനിരുദ്ധ. അനിരുദ്ധൻ എന്ന് പറയുന്നത് ഒരു വ്യൂഹത്തിലെ ഒരു ദേവതയാണ്, ഒരു വ്യൂഹ ദേവതയാണ് അവസാനത്തെ. ഈ അനിരുദ്ധനിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അനിരുദ്ധനാണ് ബ്രഹ്മാവിനെ ജനിപ്പിക്കുന്നത്. ആ ബ്രഹ്മാവാണ് പിന്നീട് ലോകത്തിനെ സൃഷ്ടിക്കുന്നത്. ജനാർദ്ദനൻ എന്നു പേരായ ജഗത് പ്രഭുവായ അനിരുദ്ധൻ വസുഭാണ്ഡം എന്ന പേരോടുകൂടിയ ഭൂഭാഗത്തിൽ നിത്യവും സന്നിഹിതനായിരിക്കുന്നു. മഹാഭാരതത്തിൽ പറയുന്നൊരു ഭാഗമാണിത്. ജനാർദ്ദനൻ എന്നു പേരായ ജഗത് പ്രഭുവായ അനിരുദ്ധൻ. ജനാർദ്ദനൻ എന്നുള്ള പേരിന് രണ്ടർത്ഥമുണ്ട്. ജനങ്ങളുടെ ക്ലേശങ്ങളെ മാറ്റുന്നവനെന്നും ജനങ്ങൾക്ക് ക്ലേശം തരുന്നവനെന്നും. ജനാർദ്ദനൻ എന്നു പേരായ ജഗത് പ്രഭുവായ അനിരുദ്ധൻ വസുഭാണ്ഡം എന്ന പേരോടുകൂടിയ ഭൂഭാഗത്തിൽ, വസുഭാണ്ഡം എന്ന ഭൂഭാഗത്തിൽ നിത്യവും സന്നിഹിതനായിരിക്കുന്നു. അങ്ങനെയുള്ള അനിരുദ്ധനാണ് ഈ ലോകത്തിനെ മുഴുവൻ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് അനിരുദ്ധ എന്ന് നാമം. അടുത്തത് 645 നാമം അപ്രതിരഥ. അപ്രതിരഥ, പ്രതിരോധിക്കാൻ സാധിക്കാത്തവൻ. യാതൊരു കാരണവശാലും ഒരു പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ പ്രതിരോധിക്കാൻ സാധിക്കാത്തവനെയാണ് അപ്രതിരഥ എന്ന് പറയുന്നത്. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു, ആ ഭഗവാൻ തന്നെയാണ് ജനാർദ്ദനൻ എന്ന പേരിനെ അന്വർത്ഥമാകും വണ്ണം അനിഷ്ടരായവരെ ശിക്ഷിക്കുന്നത്. അതിൽ നിന്നും ആർക്കും ഭഗവാനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്നതിനാൽ അപ്രതിരഥ എന്ന് നാമം. ആ ഭഗവാൻ തന്നെയാണ് ജനാർദ്ദനൻ എന്ന പേരിനെ അന്വർത്ഥമാകത്തക്ക വിധം. ജനാർദ്ദനൻ എന്നുള്ള പേര് അന്വർത്ഥമാകുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവൻ, ജനങ്ങളെ ക്ലേശിക്കുന്നവൻ എന്നൊക്കെ ഒരർത്ഥം ജനാർദ്ദനൻ എന്നുള്ള പേരിനുണ്ട്. അപ്പോൾ ആ പേരിന് അന്വർത്ഥമാകുന്ന രീതിയിൽ അനിഷ്ടരായവരെ ശിക്ഷിക്കുന്നു. ആ ശിക്ഷിക്കുന്നതിൽ നിന്നും ഭഗവാനെ ആർക്കും പ്രതിരോധിക്കാൻ കഴിയില്ല. ഭഗവാൻ ഒരാളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ അതിൽ നിന്നും പ്രതിരോധിക്കാൻ ആർക്കും സാധിക്കില്ല. അതിനെ പ്രതിരോധിക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം ഭഗവാൻ സുപ്രീമാണ്. അതുകൊണ്ട് ഭഗവാന് അപ്രതിരഥ എന്ന് നാമം. ഇവിടെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഭഗവാൻ എന്തിനാണ് ഒരാളെ ശിക്ഷിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞു, തന്നെ ആശ്രയിച്ചിരിക്കുന്നവർക്കെല്ലാം കൊടുക്കുന്നു. അപ്പൊ തനിക്ക് അനിഷ്ടരായവരെ ശിക്ഷിക്കുന്നു. അങ്ങനെ ഒരു ശിക്ഷിക്കുന്ന ദേവതയാവാൻ സാധ്യതയില്ല. കാരണം ഇതിനു മുമ്പും നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൽ മുമ്പ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ അങ്ങനെ ഒരു പ്രത്യേക ആളോട് ഇഷ്ടമോ പ്രത്യേക ആളോട് അനിഷ്ടമോ ഇല്ല എന്നുള്ളത്. ഗീതയിലും ഇതേ കാര്യം പറയുന്നുണ്ട്. ഭഗവാൻ ഇഷ്ടമുള്ളവരോട് പ്രത്യേകിച്ച് കൂടുതൽ കരുണ കാണിക്കുകയും ഇഷ്ടമില്ലാത്തവരോട് കരുണ കാണിക്കാതിരിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഭാഷ്യത്തിൽ തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ആവാൻ വഴിയില്ല. അപ്പൊ എന്തായിരിക്കും ഈ ശിക്ഷിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം? ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ നമ്മുടെ സ്വഭാവമായിട്ട് വർത്തിക്കുന്ന നമ്മളുടെ ധർമ്മത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈശ്വര വിരുദ്ധരായി മാറുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മളിൽ തന്നെ ഉള്ള ശ്രേയസ്, അതായത് ഏത് കർമ്മമാണോ നമ്മൾ ചെയ്യുന്നത് ആ കർമ്മത്തിലാണ് നമ്മുടെ ശ്രേയസ് ഉള്ളത്. ആ കർമ്മം നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ശ്രേയസ് ഉണ്ടാകുന്നത്. ആ ശ്രേയസ്സിലേക്ക് എത്താതെ നമ്മൾ വെറും സാധാരണ
ഒരു ജീവിതത്തിൽ നിന്നുകൊണ്ട് ദുഃഖങ്ങളുമൊക്കെ അനുഭവിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. സ്വധർമ്മം അനുഷ്ഠിക്കാതിരുന്നാൽ, നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള ധർമ്മം നമ്മൾ ചെയ്യാതിരുന്നാൽ നമ്മൾ വെറും സാധാരണക്കാരായിട്ട് ജീവിതത്തിൽ ഉള്ള ഏറ്റവും ചെറിയ തലത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് അവസാനം മരിച്ചു പോകും. അതേസമയം നമ്മളിൽ ശ്രേയസ്കരമായിട്ടുള്ള നമ്മുടെ ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഈശ്വര തലത്തിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് അനിഷ്ടരായവർ എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഭഗവാൻ അങ്ങനെ ഒരാളോട് അനിഷ്ടമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എല്ലാം ഭഗവാന്റെ വിഭൂതിയാണ്. അപ്പൊ നമ്മൾ ആരാണോ നമ്മളുടെ ധർമ്മം അനുഷ്ഠിക്കാത്തത്, അയാൾക്ക് സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് കാവ്യാത്മകമായിട്ട് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പം അതുകൊണ്ട് ഭഗവാന് അപ്രതിരഥ, അങ്ങനെ നമ്മൾ ഈ സ്വധർമ്മം അനുഷ്ഠിച്ചില്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. ആ ബുദ്ധിമുട്ടിനെ തടുക്കാൻ സാധിക്കില്ല. ആ ബുദ്ധിമുട്ട് അപ്രതിരോധ്യമാണ്. സാധാരണ നിലയിലേക്ക്, അല്ലെങ്കിൽ മനുഷ്യന്റെ ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് നമ്മൾ പോകുന്നതിൽ നിന്നും ആർക്കും നമ്മളെ തടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാന് അപ്രതിരഥ എന്ന് നാമം. അടുത്ത 646 നാമം പ്രദ്യുമ്ന. വീണ്ടും വ്യൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്. വ്യൂഹം, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ എന്നൊക്കെ പറയുന്നത് വ്യൂഹ സ്വരൂപികളാണ്. പ്രദ്യുമ്ന ഭാഷയാനം പറയുന്നു, ജീവാത്മാക്കളെ പ്രകാശിപ്പിക്കുന്നു എന്നതിനാൽ പ്രദ്യുമ്ന എന്ന് നാമം. ദ്യു ശബ്ദം, അതിന് പ്രകാശിക്കുക, പ്രകാശിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. കാണിക്കുക. അപ്പോൾ ഈ കാണുന്ന ജീവാത്മാക്കളെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഞാനായി പ്രകാശിക്കുന്നു, നമുക്ക് ചുറ്റുമുള്ള ലോകത്തിനെ പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് പ്രദ്യുമ്ന എന്ന് നാമം. പ്രദ്യോതയിത ഇതി മൗലാഹ എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുന്നവൻ, എല്ലാവരെയും പ്രകാശിപ്പിക്കുന്നവൻ. പ്രദ്യുമ്ന പുരുഷോത്തമ, പ്രദ്യുമ്നൻ പുരുഷന്മാരിൽ ഉത്തമനാകുന്നു. അധിഷ്ഠായ സ്ഥിത സാക്ഷാത് ഭക്താനാം സുഗതി പ്രദഃ. ഇക്കാണുന്ന എല്ലാത്തിനെയും തന്നിൽ നിലനിർത്തി തൻ്റെ ഭാഗങ്ങളായവർക്ക് നല്ല ഗതിയെ നൽകുന്നു. ഈ കാണുന്ന എല്ലാം ഭഗവാനിൽ നിലനിൽക്കുന്നതാണ്. അങ്ങനെ എല്ലാത്തിനെയും നിലനിർത്തി എല്ലാത്തിനും നല്ല ഗതിയെ നൽകുന്നു. അതുകൊണ്ട് ഭഗവാന് പ്രദ്യുമ്ന എന്ന് നാമം. അടുത്ത 647 നാമം അമിത വിക്രമ. അമിത വിക്രമ, അമിതമായിട്ടുള്ള വീര്യത്തോടു കൂടിയവൻ, വിശേഷേണയുള്ള ക്രമം, അതാണ് വിക്രമം. ഭാഷകാരൻ പറയുന്നു, തൻ്റെ 3 കാലടി വെയ്പ്പുകളോട് സമമായ ഒന്നും 3 ലോകങ്ങളിലും ഇല്ലാത്തവനാണ് ഭഗവാൻ എന്നതിനാൽ അമിത വിക്രമ എന്ന് നാമം. 3 കാലടികൾ, ആ 3 കാലടികൾ വെച്ചതുകൊണ്ടാണ് ഭഗവാന് ത്രിവിക്രമൻ എന്നുള്ള നാമം വരുന്നത്. 3 കാൽവെപ്പുകൾ, 3 കാലുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ അളന്നവൻ. ആ 3 കാലടി, ആ 3 കാൽവെപ്പുകൾ, അതിനോട് സമമായ ഒന്നും 3 ലോകങ്ങളിലും ഇല്ലാത്തവനാണ് ഭഗവാൻ. ഭഗവാന്റെ ആ പാദത്തിനോട് സമമായിട്ട് ലോകത്തിൽ ഒന്നുമില്ല. കാരണം എല്ലാം ഭഗവാന്റെ ഈ പാദത്താൽ വ്യാപിച്ചിരിക്കുന്നു.
അത്രയും അതിനോട് സമമായിട്ട് വേറെ ഒന്ന് ഈ ലോകത്തിൽ കാണില്ല. അതുകൊണ്ട് അമിത വിക്രമ എന്ന് നാമം. യാമുനം ജലമാശ്രിത്യ ദേവദേവസ്ത്രിവിക്രമ സ്ഥിത കമലസംഭൂത നൃണാം ച സുഗതി പ്രദഃ. അല്ലയോ താമരയിൽ നിന്നും ജനിച്ചവനെ, ബ്രഹ്മാവിനോട് പറയാണ്, അല്ലയോ താമരയിൽ നിന്നും ജനിച്ചവനെ, ദേവദേവനായ ത്രിവിക്രമൻ യമുനാജലത്തിൽ നിലനിന്ന് മനുഷ്യർക്ക് നല്ല ഗതിയെ കൊടുക്കുന്നു. മഹാഭാരതത്തിലുള്ള ഒരു ഭാഗമാണത്. കൃഷ്ണനെ കുറിച്ച് പറയാണ്. ദേവദേവൻ, ദേവന്മാർക്കും ദേവനായിട്ടുള്ള ത്രിവിക്രമൻ യമുനാജലത്തിൽ നിലനിന്ന് മനുഷ്യർക്ക് നല്ല ഗതിയെ കൊടുക്കുന്നു. അങ്ങനെ 3 അടികളോട് ചേർന്ന് ത്രിവിക്രമനായിട്ടുള്ള ഭഗവാനോട് തുലനം ചെയ്യാൻ ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. അതുല്യനാണ് ഭഗവാൻ എന്നതിനാൽ ഭഗവാന് ത്രിവിക്രമ എന്ന് നാമം.